ഏഴ് ഘട്ടങ്ങളിലുള്ള വോട്ടെടുപ്പിൽ കഴിഞ്ഞ 6 ഘട്ടങ്ങളിലും എന്ന് വെച്ചാൽ 400 പാർ 400 സീറ്റ് നേടി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തുടങ്ങിയ BJP മോദിയും, പക്ഷേ ആത്മവിശ്വാസവും 400 പാർ എന്ന സ്ട്രാറ്റജിയും ഒക്കെ വിട്ടുകൊണ്ട് പൂർണ്ണമായും ഈ മുസ്ലിം വിദ്വേഷവും വിഭജന രാഷ്ട്രീയത്തിലേക്ക് മാത്രം ഊന്നുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അത് ഒരു തോൽവിയുടെ ലക്ഷണമാണ്, ഒരു തിരിച്ചടിയുടെ ലക്ഷണം, അത് ഭയക്കുന്നുണ്ടെന്നൊക്കെയുള്ള വിലയിരുത്തലുകളൊക്കെ വന്നു. പക്ഷേ എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം മൻമോഹൻ സിംഗ്, ഇതിനു മുമ്പ് 2 വട്ടം പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്, പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ വെറുപ്പും വിദ്വേഷവും പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ അധിപനാണ് അദ്ദേഹം എന്ന് ഓർക്കണം. അപ്പോൾ ഈ ഇലക്ഷൻ കാലത്ത് മോദി പറഞ്ഞ വിദ്വേഷങ്ങളും വെറുപ്പും അത് ഇന്ത്യയുടെ ഭാവിയിൽ ഇനിയിപ്പോൾ അവർ വരാനിരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും ഒക്കെ ഈ പ്രധാനമന്ത്രിയുടേതായി വന്ന ഈ വെറുപ്പിൻ്റെ വാക്കുകൾ ഏതെല്ലാം തരത്തിലായിരിക്കും ഭാവിയിൽ ഇന്ത്യ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രതിഫലിക്കാൻ പോകുന്നുള്ളതെന്ന് കൂടി അവസാനമായി സംസാരിക്കുകയാണ്. അജിംസിന് എന്താണ് തോന്നിയത്? ഈ ഇലക്ഷൻ കാലത്ത് മോദി പറഞ്ഞ വാക്കുകളെ ഏതെല്ലാം നിലക്കായിരിക്കും ഇന്ത്യ ഓർക്കുക, ചർച്ച ചെയ്യുക? ഈ ഇലക്ഷൻ കാലത്ത് മോദിയുടെ ക്യാമ്പയിനിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, അത് ആളുകൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മുഴുവൻ കേട്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കുകൾ കൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് എന്ന വാക്കാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു 2960ഓളം പ്രാവശ്യം അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, കോൺഗ്രസ്. അപ്പോൾ 10 വർഷം ഒരു രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി, 2014 ശേഷം രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ ലോകഗുരുവാക്കി, വിശ്വഗുരുവാക്കി എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി, 2014 ശേഷമാണ് ഇന്ത്യക്കാർ അഭിമാനം കൊള്ളുന്നത് എന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. 2014 ലോകത്തെമ്പാടുമുള്ള ഡയസ്പോറ, ഇന്ത്യൻ ഡയസ്പോറ മുഴുവൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, ഇന്ത്യ വികസിത രാജ്യമാവാൻ പോവുകയാണ്. 2022 തന്നെ എന്തായി മാറും? ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും എന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഈ 3 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ മുഴുവൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് കോൺഗ്രസ് എന്ന വാക്കാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും സൈഫു പറഞ്ഞതുപോലെ ഒരു തോൽവി ഭയക്കുന്ന പ്രധാനമന്ത്രി, ഒരു ഔട്ട് ഗോയിങ് പ്രൈം മിനിസ്റ്ററുടെ സൈക്കോളജി ഉണ്ട്. കാരണം 10 വർഷം ഇപ്പോൾ 10 വർഷം നമ്മൾ സ്ഥലത്ത് ജോലി ചെയ്തു. സൈഫുദ്ദീൻ ഇപ്പോൾ 15 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നു. സൈഫുദ്ദീൻ്റെ കരിയറിനെ കുറിച്ച് സൈഫുദ്ദീൻ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കുകയാണ്. സൈഫുദ്ദീൻ ശത്രുക്കളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ സൈഫുദ്ദീൻ ഒരു പരാജയപ്പെട്ട ജേർണലിസ്റ്റാണെന്നാണ് അർത്ഥം. 15 വർഷത്തെ സൈഫുദ്ദീൻ്റെ നേട്ടങ്ങളെ പറ്റി, അച്ചീവ്മെൻറ്റ്സിനെ പറ്റി ഒന്നും പറയാനില്ലാത്ത ഒരാളാണ്. എന്നെ അവിടെ നിന്ന് ആരെങ്കിലും കുതികാൽ വെട്ടാൻ ശ്രമിച്ചു, എന്നെ അവർ ചീത്ത വിളിക്കുന്നു, എന്നെ മറ്റേത് ചെയ്തു എന്ന് പറയുന്നത് സൈഫുദ്ദീനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ 10 വർഷം രാജ്യം ഭരിച്ചൊരു പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം കോൺഗ്രസ് എന്നാണെങ്കിൽ അദ്ദേഹത്തിനൊന്നും 10 വർഷത്തെക്കുറിച്ചൊന്നും പറയാനില്ല. എന്താണ് ജനങ്ങൾക്ക് ചെയ്തതെന്നതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നാണ് അർത്ഥം. മറ്റൊന്ന്, അദ്ദേഹം ഈ പറയുന്ന ഹിന്ദു മുസ്ലിം ഡിവൈഡ് അത് പച്ചയ്ക്ക് പറയുകയാണ്. സാധാരണ ഇപ്പോൾ 2014 തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണം നടന്നത് UP-യിലാണ്. അന്ന് നമുക്കറിയാം, അന്ന് ഈ കലാപം നടന്നതാണ്. അവിടെ എന്താ സ്ഥലത്തിന് മുസഫർ നഗർ കലാപം നടന്ന ആ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിൽ അമിത്ഷാ നിരന്തരം ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമിത്ഷാ ഉൾപ്പെടെ, യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ അന്നത്തെ BJP നേതാക്കൾക്ക് മുഴുവൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഈ വിദ്വേഷ പ്രചാരണത്തിനെതിരെ. ഇവിടെ അമിത്ഷാ പോലും പറയാൻ മടിക്കുന്ന, അമിത്ഷായും യോഗി ആദിത്യനാഥ് പോലും പറയാൻ മടിക്കുന്ന തരത്തിലുള്ള വർഗീയതയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ അമിത്ഷാ എന്ന് പറഞ്ഞത് എന്താണ്? അമിത്ഷാ അന്നത്തെ കാലത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിദ്വേഷ പരാമർശം, സമാജ്വാദി പാർട്ടി ഭരിക്കുമ്പോൾ ഈദിൻ്റെ സമയത്ത് കറണ്ട് പോവില്ല, ജന്മാഷ്ടമിക്ക് കറണ്ട് പോകും, ഇങ്ങനെ പൊതിഞ്ഞാണ് പറയുക. ഇതങ്ങനെയല്ലല്ലോ അദ്ദേഹം പറയുന്നത്. ഈ രാജസ്ഥാനിൽ അദ്ദേഹം നടത്തിയ വിദ്വേഷ പരാമർശം പച്ചയ്ക്ക് പറയാണ്. അതായത് യോഗി ആദിത്യനാഥോ അമിത്ഷായോ ഗിരിരാജ് കിഷോറോ സാധ്വി പ്രാച്ചിയോ പോലും പറയാൻ മടിക്കുന്ന തരത്തിലുള്ള ഭാഷകൾ ഉപയോഗിച്ച് അദ്ദേഹം വർഗീയത പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഈ തരത്തിലുള്ള ഒരു തിരിച്ചടി ഭയക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 2019, 2014, 2019 ഈ 2 തെരഞ്ഞെടുപ്പ് കാലത്തേക്കാൾ അപേക്ഷിച്ച് 2024 പ്രത്യേകത ഈ തരത്തിലുള്ള ജിങ്കോയിസം, സെൻസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ മുദ്രാവാക്യങ്ങൾ, രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഇത് ജനങ്ങളെ അധികം സ്വാധീനിക്കുന്നില്ല. അപ്പോൾ 2014 ജനങ്ങളെ ഏറ്റവും സ്വാധീനിച്ചത് അഴിമതിയാണ്. ഇന്ത്യ മുഴുവൻ ഈ കോൺഗ്രസ്സുകാർ ഭരിക്കുന്നിടത്ത് മുഴുവൻ അഴിമതിയാണ്, പലതരത്തിലുള്ള അഴിമതി, കൽക്കരി കുംഭകോണം, 2G സ്കാം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി, ഇങ്ങനെ അഴിമതിയുടെ കൂടാരത്തിൽ അഴിമതിക്കെതിരായിട്ടുള്ളൊരു ജനവികാരമാണ് മോദി അധികാരത്തിലെത്തിയത്. 2019 മറ്റൊരു തരംഗം, ഒരു ജിങ്കോയിസ്റ്റിക് തരംഗം, പുൽവാമ ആക്രമണത്തെ തുടർന്നും ബാലാക്കോട്ടിൽ നടത്തിയ വ്യോമാക്രമണം,
അതുണ്ടാക്കിയൊരു ദേശീയ ബോധം, ദേശീയ വികാരം, മോദി ലഹർ, മോദി തരംഗം, അതാണ് ബി ജെ പി അധികാരത്തിലേറ്റെങ്കിൽ 2024 നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു നാഷണൽ ടോപ്പിക്കും ജനങ്ങളുടെ മുമ്പിലില്ല. ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മയാണ്. ജനങ്ങളുടെ പ്രധാന പ്രശ്നം ഇന്ന് വിലക്കയറ്റമാണ്. ജനങ്ങളുടെ പ്രധാന പ്രശ്നം ജീവനോപാധികളുടെ അഭാവമാണ്. ഇപ്പോൾ ഇന്നലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, സമീപകാല ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ജനങ്ങളുടെ സേവിങ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്നു. അതായത് 5.1 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വരുമാനമുള്ള ആളുകളുടെയാണിത്, ജോലിയില്ലാത്ത വരുമാനമില്ലാത്ത ആളുകളുടെ അല്ല, ജോലി ചെയ്യുന്ന വരുമാനമുള്ള ആളുകൾക്ക് സേവ് ചെയ്യാൻ പണമില്ല. ഇത് RBI പറഞ്ഞിട്ട് വേണം നമുക്കറിയാൻ. എനിക്കും സൈഫുദ്ദീൻ ഷാനൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? പലതരത്തിലുള്ള വിലക്കയറ്റമുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഇടപെടൽ വിപണികളിലില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. സർക്കാർ സഹായമില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. നമുക്കൊക്കെ ഗ്യാസിന് സബ്സിഡി ഇട്ട് എത്ര വർഷമായെന്ന് പോലും നമ്മൾ മറന്നുപോയി. നമ്മൾ ഗ്യാസ് സബ്സിഡിക്ക് അർഹരല്ല എന്ന ബോധം പോലും നമുക്ക് ഇല്ലാതായി മാറി. മനസ്സിലാവുണ്ടോ? അത് നമ്മളതിനോട് യൂസ്ഡായി. ഗ്യാസ് സബ്സിഡി ഇപ്പോൾ വരാറില്ല. നമ്മൾ SMS കണ്ടില്ല, നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. ഗ്യാസിന് എത്ര വിലക്കാണ് നമ്മൾ വാങ്ങുന്നത്. 100 രൂപ പെട്രോളിനാവുക എന്നുള്ളത് നമുക്കൊരു ട്രോളായിരുന്നു 8 കൊല്ലം മുമ്പ്, അല്ലേ? 100 രൂപ പെട്രോളിന് നൽകുക എന്നുള്ളത് ട്രോളായിരുന്നു. അതായത് അതൊരിക്കലും സംഭവിക്കില്ല. മോദിജി സെഞ്ചുറി അടിക്കും പെട്രോൾ വിലയിൽ നിന്നൊക്കെ 2014-ലും 15-ലും 16-ലും നമ്മൾ ട്രോളായിട്ട് ഉപയോഗിച്ച കാര്യം നമുക്ക് ജീവിതമായി മാറി. നമ്മുടെ ജീവിതം ഒരു ട്രോളാക്കി മാറ്റി എന്നുള്ളതാണ് 10 വർഷത്തെ നരേന്ദ്രമോദി ഭരണം രാജ്യത്ത് നൽകിയ ഏറ്റവും വലിയ സംഭാവന. നമ്മൾ ട്രോളായി കരുതുകയും തമാശയായി കരുതുകയും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുകയും ചെയ്ത വലിയ ദുരിതത്തിലേക്ക് നമ്മുടെ ലൈഫ് എത്തിപ്പെട്ടിട്ടുണ്ട്. തൊഴിലില്ലായ്മയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ തൊഴിലില്ലാത്തവരിൽ 85.5% യുവാക്കളാണ്. തൊഴിലില്ലാത്തവരിൽ 85% യുവാക്കളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. അതായത് ഒന്ന് തൊഴിലില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മൾ ഇവിടുത്തെ കേരള സിറ്റുവേഷനിൽ നിന്നിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, UPയുടെയും ബീഹാറിൻ്റെയും സിറ്റുവേഷനിൽ നിന്നിട്ടാണ്. അത് വലിയ തോതിലുള്ള ആളുകൾക്കുള്ള അമർഷമുണ്ട്. അപ്പോൾ ഈ അമർഷം ഈ റിയൽ ലൈഫ് ഇഷ്യൂസിനെ മറികടക്കാൻ ഉതകുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള വർഗീയ പ്രചാരണമോ ഒരു വർഗീയ കലാപമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജിങ്കോയിസം ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഭീകരാക്രമണങ്ങളോ തിരിച്ചടിയോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് BJPയെ സംബന്ധിച്ച് വലിയ ഒരു ക്രൈസ് തന്നെയാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഔട്ട് ഓഫ് ഫോക്കസിൽ ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടുള്ളത് BJPയുടെ കോർ വോട്ട് ബാങ്കിൽ വോട്ട് കുറയും. ആ വോട്ട് കുറയുന്നുണ്ട്. അതാണ് പോൾ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു കാര്യത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നോ BJP താഴെ പോകുമെന്നോ മോദി 3ാം വട്ടവും പ്രധാനമന്ത്രിയാവും ആവില്ല എന്നോ ഉറപ്പിച്ച് പറയാൻ കഴിയാത്തതിന് കാരണം BJPക്ക് വോട്ട് കുറയുമ്പോൾ പോലും ഇന്ത്യ മുന്നണിക്ക് ആ വോട്ട് പിടിക്കാൻ കഴിയുന്നുണ്ടോ, അവരുടെ വോട്ട് നിലനിർത്താൻ കഴിയുന്നുണ്ടോ, പുതിയ വോട്ടുകൾ പിടിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീർച്ചയില്ല എന്നുള്ളതുകൊണ്ടാണ് ഒരു മോദി 3.0 ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാതിരിക്കാൻ കാരണം. ഇപ്പോൾ സെഫോളജിസ്റ്റുകളാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുന്ന വിദഗ്ധരാണെങ്കിലും ഇപ്പോൾ പോലും അവർക്ക് പോലും തീർച്ചയില്ല, ഇതെന്ത് സംഭവിക്കുന്നുള്ള തീർച്ചയില്ല, ഒരു അസന്ദിഗ്ധാവസ്ഥയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഏറ്റവും ഈ 2014, 19, 2024 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശം അവസ്ഥയിൽ BJP തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് 2024 തന്നെയായിരിക്കും. നിഷാദ, ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ തന്നെയാണ് മോദിയുടെ ലക്ഷ്യം. പക്ഷേ അതിനവർക്ക് രാം മന്ദിർ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ രാം മന്ദിർ വിട്ട് പൂർണ്ണമായും ഈ വിദ്വേഷത്തിലേക്ക് മോദി ഊന്നിയതുകൊണ്ട് ഈ ഹിന്ദു വോട്ടുകളിൽ കാര്യമായ ഗുണം BJPക്ക് ഉണ്ടാവും, ഈ ഇന്ത്യൻ സിനാരിയോയിൽ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടോ? നോക്കൂ സൈഫു, 2014-ലായാലും 2019-ലായാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിനെ വിജയിപ്പിക്കുന്നത് ഹിന്ദുത്വം എന്ന ആശയം മാത്രമല്ല. നരേന്ദ്രമോദി 2014 വരുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ വികസന നായകൻ എന്ന പേരിലാണ്. മിഡിൽ ക്ലാസിൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്വപ്നം, അദ്ദേഹം എല്ലാ അഴിമതിയും തുടച്ചു മാറ്റുകയും ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന വികസന നായകൻ. ഒപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഹിന്ദുത്വമുണ്ട്, ഗുജറാത്ത് കലാപത്തിൻ്റെ ചരിത്രമുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് മോദി അവതരിപ്പിച്ചത്. അപ്പോൾ ഗുജറാത്ത് കലാപത്തോട് വിയോജിപ്പുള്ളവരുണ്ട്, ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ആളുകൾ പോലും മോദി ഈ രാജ്യത്തെ നന്നാക്കി കളയും എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. 2019-ലെത്തിയപ്പോൾ അതേ ആനുകൂല്യം കുറച്ചുകൂടി കൊടുത്ത് അദ്ദേഹത്തിന് ഒരു ചാൻസ് കൂടി കൊടുക്കാം, അദ്ദേഹം ഈ നാടിനെ നന്നാക്കുകയാണ് എന്ന് ശരിയായ ഡേറ്റയെക്കുറിച്ച് ബോധമൊന്നുമില്ലാത്ത മനുഷ്യർ, അല്ലെങ്കിൽ ഒരു അവസരവും കൂടി ഒരാൾക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ കൊടുത്തിട്ടാണ് മോദി പ്രധാനമന്ത്രിയാവുന്നത്. അല്ലാതെ മോദി 2 തവണയും പ്രധാനമന്ത്രിയായത് ഇന്ത്യയിലെ ആളുകളെ പൂർണ്ണാർത്ഥത്തിൽ വർഗീയമായി വിഭജിച്ചുകൊണ്ടല്ല, മറിച്ച് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രതാപം വീണ്ടെടുക്കാൻ വരുന്ന പ്രവാചകൻ എന്ന മട്ടിലുള്ളൊരു വലിയ PR എക്സസൈസിൻ്റെ ഭാഗമായി കൂടിയാണ് അദ്ദേഹം സ്വീകാര്യനാവുന്നത്. അതിലൊരു ഭാഗം
ഏതാണ്ട് വീണുടഞ്ഞ മട്ടാണ് എന്നാണ് BJP അലോസരപ്പെടുത്തുന്ന കാര്യം. ഇപ്പോൾ അവരുടെ കയ്യിൽ അവർക്ക് ഇപ്പോഴും പൂർണ്ണ വിശ്വാസത്തോടെ എടുത്ത് കയ്യിൽ പിടിക്കാൻ കഴിയുന്ന ടൂൾ എന്താണ്? ഹിന്ദുത്വം മാത്രമാണ്. മോദി നന്നാക്കി കളയും, പെട്രോളിന് ലിറ്ററിന് 50 രൂപയാക്കി കളയും, നാണ്യപ്പെരുപ്പം അദ്ദേഹം ഇല്ലാതാക്കും, തൊഴിലില്ലായ്മ അദ്ദേഹം പരിഹരിക്കും, ലോകമെമ്പാടുമുള്ള ആളുകൾ ഇവിടേക്ക് വരും, ഇത് ലോകത്തിൻ്റെ കേന്ദ്രമാകും, കള്ളപ്പണം അദ്ദേഹം തിരികെ കൊണ്ടുവരും, നാടിൻ്റെ സമ്പത്ത് അദ്ദേഹം വർദ്ധിപ്പിക്കും. ഈ കാര്യങ്ങളിലൊക്കെയുള്ള ആളുകളുടെ വിശ്വാസം നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, നിരന്തരമായ അബദ്ധങ്ങളും വർഗീയതയും പറയുന്ന ഒരാൾ ഒരു ക്വാളിറ്റിയുള്ള സ്റ്റേറ്റ്സ്മാൻ അല്ല എന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായി, BJPയെ സംബന്ധിച്ച് വിജയിക്കാനുള്ള അവരുടെ ഒരു പോർഷൻ ഒന്ന് അടർന്നു നിൽക്കുകയാണ്. പൂർണ്ണമായും വീണെന്ന് പറയാൻ പറ്റില്ല, അടർന്നു നിൽക്കുകയാണ്. ഇന്ത്യ ഹാർട്ട്ലാൻഡിലൊക്കെ ഇപ്പോഴും നരേന്ദ്രഭായ് വലിയ ആൾ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ളത് ഹിന്ദുത്വം മാത്രമാണ്. ആ ഹിന്ദുത്വ കൊണ്ട് മാത്രം BJPക്ക് അതിജീവിക്കാൻ കഴിയുമോ? ആ ഹിന്ദുത്വ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കുമോ? ഇല്ല. അത് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള കേന്ദ്രം ഈ പറഞ്ഞ ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹാർട്ട്ലാൻഡ് മേഖലയിലാണ്. അവിടെ തന്നെ മനുഷ്യരുടെ ജീവസന്ധാരണ പ്രശ്നങ്ങൾക്ക് മേലെ ഇതിന് പ്രവർത്തിക്കാൻ എന്തുമാത്രം കഴിയുമെന്നാണ്. നോക്കൂ, ഇവിടെ രാമക്ഷേത്രം നിർമ്മിച്ചാൽ ആ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടന ദിവസം നരേന്ദ്ര പോയി നിന്നാൽ ആ ദൃശ്യങ്ങൾ വോട്ട് കൊണ്ടുവരുമെന്ന് അവർ വിചാരിച്ചിരുന്നെങ്കിൽ ഏറ്റവും അവസാനം പുറത്തുനിന്ന് CSDSൻ്റെ സർവേയിൽ 26% ആളുകൾ പറഞ്ഞ കാര്യം രാമക്ഷേത്ര നിർമ്മാണം BJPയുടെ ഏറ്റവും വലിയ നേട്ടമാണ് എന്നാണ്. അത് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത്രയും തന്നെ ആളുകൾ വിലക്കയറ്റവും പക്ഷേ അത്രയും വലിയ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പ്രതിസ്ഥാനത്ത് അവർ കാണുന്നത് BJPയാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരുടെ ഈ നേരത്തെ പറഞ്ഞ തൊഴിലില്ലായ്മ, ഈ സൈന്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ, വിലക്കയറ്റം, നാണ്യപ്പെരുപ്പം, ഇതെല്ലാം ആളുകളുടെ ജീവിത പ്രശ്നമായിരിക്കെ ഈ വികസനത്തിൻ്റെ നായകൻ, അഴിമതിയുടെ എതിർക്കെതിരായ പോരാളി, ഹിന്ദുത്വയുടെ ലീഡർ, ഇതിനെ ചേർന്നുള്ള ബ്ലെൻഡ് പൊട്ടിപ്പോവുകയും അതിലൊന്നു മാത്രം ബാക്കിയാവുകയും ചെയ്യാണ്. അതിനെന്തുമാത്രം പ്രവർത്തിക്കാൻ കഴിയും? പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും പറയാൻ കഴിയില്ല. അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഹിന്ദുത്വ സംഗതികളെ എടുക്കാൻ, ഇൻസേർഷൻസ് എടുക്കാൻ കഴിയും വിധത്തിൽ ഇതിൻ്റെ അറ്റ്മോസ്ഫിയറിനെ മോദി കുറച്ച് പരുവപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും കൂടി കാലിക്കടത്ത് ആരോപിച്ചൊരു മനുഷ്യനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. ഏറ്റവും കൂടുതൽ കാലിക്കടത്തിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന, മുസ്ലിം ആണെങ്കിൽ ഒരാൾക്ക് നേരെ എന്ത് ആരോപണം ഉന്നയിച്ച അയാൾക്ക് നേരെ ആക്രമണം നടത്താൻ കഴിയും വിധത്തിൽ ആളുകളെ ആവേശഭരിതരാക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോഡ്സേക്ക് വേണ്ടി ക്ഷേത്രം പണിയാനും അവിടെ പൂജ നടത്താനും കഴിയുന്ന അറ്റ്മോസ്ഫിയർ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്. മുസ്ലിം കുട്ടിയാണെങ്കിൽ ഇങ്ങോട്ട് മാറി നിൽക്കൂ, എല്ലാവരും അവരുടെ ചെവിട്ടത്ത് ഓരോ അടി കൊടുക്കൂ എന്ന് ടീച്ചർമാരെ കൊണ്ട് പറയിപ്പിക്കുന്ന അന്തരീക്ഷം ഇന്ത്യയിൽ സംജാതമാക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കേണ്ടതില്ല എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്ത്യയിൽ സംജാതമായിട്ടുണ്ട്. അപ്പം എല്ലാ മുസ്ലിങ്ങൾ കൊണ്ടുപോവുകയാണ്, ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുകയാണ്, ഹിന്ദുക്കൾ ഇരകളാണ് എന്ന് പറയുന്നൊരു വലിയ തലമുറ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മോദി ഹിന്ദുക്കളുടെ രക്ഷകനാണെന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട്. ഇന്ത്യയിൽ അവരെന്താണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അതാണ്. ആ അറ്റ്മോസ്ഫിയറിനകത്തേക്ക് അവർ ഹിന്ദുത്വയുടെ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾസ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വർക്ക് ചെയ്യും. പക്ഷേ അത് മാത്രം വർക്ക് ചെയ്താൽ ഇന്ത്യയിൽ വിജയിക്കാൻ പ്രയാസമാണ്. ഞാൻ വീണ്ടും അജിംസ് പറയുന്നതിന് ആവർത്തിക്കുകയാണ്, മോദി ഇപ്പോൾ നാളെ അങ്ങോട്ട് വീഴും എന്നല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസ് ഉണ്ടാക്കുക, അതുവഴി വിജയിക്കുക എന്നത് സാധ്യമല്ല. വർഗീയതയുടെ കൂടെ എന്തുകൂടി വേണം? ആളുകൾക്കൊരു വിശ്വാസവും പ്രതീക്ഷയും വേണം. അവിടെ ഫ്ലോപ്പാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരതിൻ്റെ മാക്സിമത്തിൽ, ഒരു പക്ഷേ ഇത്രയും വർഗീയത ആഞ്ഞു പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ടൈം കാണുകയാണ്. 2014 പറഞ്ഞിട്ടില്ല, 2019 പറഞ്ഞിട്ടില്ല. 2019 വളരെ പൊതിഞ്ഞാണ്. ഇതാ നോക്കൂ, ഇവിടെ ഹിന്ദുക്കളെ പേടിച്ച് വേറെ എങ്ങോട്ടോ രാഹുൽ ഗാന്ധി ഓടി ഒളിക്കുകയാണ് പോലുള്ള സംഗതികളെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പക്ഷേ അങ്ങനല്ല പറയുന്നത്. മുസ്ലിങ്ങൾ കോൺഗ്രസ് ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കുകൾ. പിന്നെ മറ്റു ചില സൂചനാവാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുത്വം മാത്രം കൊണ്ട് ജയിക്കാൻ കഴിയുമോ എന്ന ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിരിക്കും ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് തരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. BJP ബുദ്ധിമുട്ടാൻ പോകുന്നുണ്ട്, തർക്കമില്ല. പിന്നെ മറ്റ് പല കഥകളും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണണം. അവരെന്തായാലും മാക്സിമം പയറ്റിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഭരണ നേട്ടമോ വികസനമോ ഒന്നും പറയാതെ ഈ രീതിയിലുള്ള ഈ വെറുപ്പും വിദ്വേഷവും മാത്രം പറഞ്ഞു മോദിയും BJPയും വലിയൊരു വിജയം നേടുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ നിരാശ കലർന്ന ഒരു ഭാവിയായിരിക്കും ഇന്ത്യക്കത് സമ്മാനിക്കാൻ പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.